ഹിന്ദു ഏകതാ സമ്മേളനം പെരിങ്ങോത്ത് നടന്നു. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പെരിങ്ങാവൈക്കര പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം പെരിങ്ങോത്ത് നടന്നു. പെരിങ്ങാവ് ടൗണിനടുത്ത് നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആർക്കും എതിരെയല്ല, ഒന്നിച്ചൊന്നിരിക്കാൻ, എല്ലാ ഭേദഭാവങ്ങളും അലിഞ്ഞ് ഒന്നിച്ചൊന്നിരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കാൻ, അല്ലെങ്കിൽ ഒന്നിച്ചൊന്നിരുന്നു കൊണ്ട് നമ്മുടെ ഇന്നലെകൾ ഓർത്തെടുത്ത് ഇന്നിനെ പറ്റി മനസ്സിലാക്കി നാളെകളെ ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് കൂടുന്നു. ജാതിക്കും രാഷ്ട്രീയത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും ഒക്കെ അപ്പുറമുള്ള ഒരു ഹിന്ദു കൂട്ടായ്മ, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഏകതാ സമ്മേളനം നടക്കുന്നത്. ഈ വർഷത്തിന്റെ പ്രത്യേകത അറിയാം. ഇവിടെ നേരത്തെ സ്വാതന്ത്ര്യ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഭാരതം 1000 വർഷത്തെ വൈദേശിക അടിമത്തത്തോടുകൂടി പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണുതായി എന്ന് പറഞ്ഞതുപോലെ ഈ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നുള്ള ഈ അടിമത്തം നമുക്ക് വിധിച്ചതാണ് എന്നൊരു മാനസികാവസ്ഥയിലെത്തിയ ഈ നാട്ടിലെ ദേശീയ ജനതയെ മറ്റുള്ള സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെ വളർത്തിയെടുത്ത ദുരവസ്ഥയിൽ നിന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും കേവലം ഭരണമാറ്റം മാത്രമേ നടക്കുള്ളൂ. അതിനപ്പുറം ഭാരതം ഭാരതമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചെടുക്കണം. വെള്ളക്കാരിൽ നിന്ന് കറുത്ത വർഗ്ഗക്കാരിലേക്കോ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്വാമി ഇതേപോലെ ഒരു ഏകതാ സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് പറഞ്ഞു, വെള്ളക്കാരിൽ നിന്ന് കൊള്ളക്കാരിലേക്ക് ഭരണം മാറുക എന്ന്. അപ്പൊ 1916 ഒക്കെ ആയപ്പോൾ 1906 മുസ്ലിം ലീഗ് എന്ന സംഘടന ഭാരതത്തിൽ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമായ ഒരു സംഘടന 1906. 1916 മുതൽ കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ചിന്താഗതികളും ഗതിവിഗതികളും ഒക്കെ മാറാൻ തുടങ്ങി. 1886 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1ാമത്തെ സമ്മേളനം നടക്കുന്നത്. ആ 1ാമത്തെ സമ്മേളനത്തിൽ ചൊല്ലിയ ദേശഭക്തി ഗാനം വന്ദേ മാതരം. വന്ദേ മാതര ഗാനാലാപത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1ാമത്തെ സമ്മേളനം തുടങ്ങിയത്. ആ സമ്മേളനത്തിൽ അത് ആലപിച്ചത് മറ്റാരുമല്ല, ആരാധ്യനായ രവീന്ദ്രനാഥ ടാഗോറാണ്. കോൺഗ്രസിന്റെ 1ാമത്തെ സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചത്. അന്നു മുതൽ കോൺഗ്രസിന്റെ എല്ലാ സമ്മേളനങ്ങളും ആരംഭിച്ചിരുന്നത് വന്ദേ മാതര ഗാനത്തോടു കൂടിയായിരുന്നു. ഭാരത സ്വാതന്ത്ര്യത്തിന് ഇതിന് അടിസ്ഥാന മന്ത്രമായി, ആവേശമായി, ആവേഗമായി വന്ദേ മാതരം മാറി. എന്നാൽ 1916 ഒക്കെ ആയപ്പോഴേക്കും ചിലരെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന നിലയിൽ പ്രീണനവുമായി ആരുടെയൊക്കെയോ പുറകെ മതപ്രീണനവുമായി നടക്കാൻ തുടങ്ങിയ രൂപേഷ് തൈവളപ്പിൽ സ്വാഗതം പറഞ്ഞു. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ശ്രമിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സമാജത്തിന്റെ ഭാഷണം നിർത്തുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ കൃഷ്ണൻ കഴകക്കാരൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കൃഷ്ണൻ കഴകക്കാരൻ അധ്യക്ഷനായി. സഹോദരന്മാരെ, മറ്റ് അന്യമതസ്ഥ സഹോദരന്മാരെ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹൈന്ദവ സമാജം നേരിടുന്ന വിവിധങ്ങളായ വെല്ലുവിളികളെയും അവഹേളനങ്ങളെയും തിരിച്ചറിയുകയും സമന്വയപരവും സ്ഥായിയായതുമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഇന്ന് ഹൈന്ദവ സമാജത്തിന്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ഹൈന്ദവ സമാജത്തിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും പല വിധത്തിലുള്ള ആക്രമണങ്ങൾ. മാതാ അമൃതനന്ദമഠം കണ്ണൂർ മഠാധിപതി സംയുജ സ്വാമി അമൃത കൃപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗോസേവാ സംയോജക് കണ്ണൂർ വിഭാഗ് സജീവൻ ആറളം മുഖ്യപ്രഭാഷണം നടത്തി. ഷിബു വി നന്ദി പറഞ്ഞു. കൊള്ളാലോ, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണ്. ഈ ഉയർന്നു വരുന്ന സ്വർണ്ണവില കാരണം സ്വർണം മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും സ്വർണം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇനി സ്വർണത്തിന്റെ വില അറിയാനായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ 16 മുതൽ 21 വരെ ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ഫെസ്റ്റ് ആരംഭിക്കാൻ പോവാം. ചെയിനുകൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് വരുന്നത്. അവരുടെ ഓഫർ കേട്ടല്ലോ, ഇനി അവരുടെ കളക്ഷൻസും കൂടെ ഒന്ന് കണ്ടാലോ.